ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചിന്തിക്കാറില്ലേ എത്ര പെട്ടെന്നാണ് ഒരു കാൽക്കുലേറ്ററുടെ സഹായം പോലും ഇല്ലാതെ ഒരു വസ്തുവിന്റെ 30% കുറച്ച വില നമ്മുടെ ഷോപ്പ് കീപ്പേഴ്സ് പറയുന്നത്. അതേപോലെ നമ്മുടെ അച്ഛൻ നമുക്ക് കുറച്ച് പൈസ പോക്കറ്റ് മണിയായി തന്നു. അതിൽ നിന്ന് 20 രൂപയ്ക്ക് നമ്മൾ ഒരു പേന വാങ്ങിച്ചു. എന്നിട്ട് നമ്മുടെ കയ്യിൽ 30 രൂപ ബാക്കിയുണ്ട്. പിന്നെ നമ്മുടെ അച്ഛൻ എത്ര രൂപയാണ് നമ്മുടെ കയ്യിൽ തന്നതെന്ന് നമുക്ക് ഒരു ഇക്വേഷൻ, ഒരു വേരിയബിളിന്റെ സഹായമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ പറയാൻ സാധിക്കും. ഇതിന്റെ എല്ലാം പിന്നിൽ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു സൂത്രക്കാരന്റെ പണിയാണുള്ളത്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക, എങ്ങനെയാണ് ആൾജിബ്രയിൽ ലീനിയർ ഇക്വേഷന്റെ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോവുകയാണ്. എന്താണ് ശരിക്കും ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ? പേര് കേട്ടിട്ട് നമ്മൾ ടെൻഷൻ അടിക്കുന്നൊന്നുമല്ല. ലീനിയർ ഇക്വേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമാന്തര രേഖ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അറിയാത്തൊരു നമ്പറിനെ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സോ വൈയോ അറിയാത്ത നമ്പർ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അറിയാത്ത നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ 1 ആയിരിക്കും. അതുകൊണ്ടാണ് വൺ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന് സ്ക്വയറോ ക്യൂബോ ഒന്നും ഉണ്ടാവില്ല. സ്ക്വയറോ ക്യൂബോ ഉണ്ടാവുന്നത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് വൺ വേരിയബിൾ, നമ്മൾ അറിയാത്ത ഒരു നമ്പറിനെ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു രീതി. അതിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്നത്. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു ഇത് സോൾവ് ചെയ്യുന്ന പോലെ, ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ സിമ്പിൾ ആണ് ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം എന്തായാലും അറിഞ്ഞിരിക്കണം. പ്ലസ് എന്ന് പറയുന്ന സൈൻ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആകും, മൈനസ് എന്ന സൈഡിന് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആകും, ഡിവൈഡ് എന്ന സൈൻ അപ്പുറത്ത് പോകുമ്പോൾ ഇൻഡു ആകും, ഇൻഡു എന്ന സൈഡിന് അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ആകും. ഈ ഒരു 4 കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻസും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമില്ല, അത് തന്നെ നമുക്ക് ആദ്യത്തെ ചോദ്യം ഇട്ടെടുക്കും. ഒരു അച്ഛൻ ഒരു കുട്ടിക്ക് ഒരു നിശ്ചിത എമൗണ്ട് കൊടുത്തു. അതിൽ നിന്ന് 20 രൂപ അവൻ ചിലവാക്കി ഒരു പേന വാങ്ങിച്ചു. അവന്റെ കയ്യിൽ 30 രൂപയുണ്ട്. അച്ഛൻ എത്ര രൂപയാണ് അവന് കൊടുത്തത്? എന്നിട്ട് നമുക്ക് അച്ഛൻ എത്രയാണ് കൊടുത്തതെന്ന് അറിയില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ എക്സ് ആയിട്ട് എടുക്കാം. എക്സ് കൊടുത്തതല്ലേ, നമ്മൾ കൊടുത്തു, അവൻ ചിലവാക്കിയതാണ്. അവൻ ആഡ് ചെയ്തൊന്നല്ല, അച്ഛന് തിരിച്ചു കൊടുത്തതൊന്നല്ല, ചിലവാക്കിയത് അവൻ എത്ര 20 രൂപ ചിലവാക്കിയത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് അവൻ 20 രൂപ ചിലവാക്കി. -20 ഈസ് ഈക്വൽ ടു ബാക്കി എത്ര അവന്റെ കയ്യിൽ ബാക്കിയുണ്ട്, ഈസ് ഈക്വൽ ടു 30. ഇതാണ് ഒരു സമാന്തര ഇക്വേഷൻ ആയിട്ട്, ഒരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എക്സ് -20 ഈസ് ഈക്വൽ ടു 30. അപ്പോൾ നമുക്ക് എക്സ് എന്താ കണ്ടുപിടിക്കണം? എക്സ് ഈസ് ഈക്വൽ ടു 30 അതേപോലെ എടുത്ത് എഴുതുക. 30 മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവുമെന്നാണ് ഞാൻ പറഞ്ഞത്, പ്ലസ് ആകും. അപ്പോൾ -20 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ +20 ആകും. സോ എക്സ് ഈസ് ഈക്വൽ ടു 30 + 20 വിച്ച് ഈസ് 50. അപ്പോൾ അച്ഛൻ അവന് 50 രൂപ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം, രാമു ഓടിപ്പോയിട്ട് ഒരു പീടികയിൽ നിന്ന് 10 മുട്ടായി വാങ്ങിക്കുകയാണ്. 10 മുട്ടായി വാങ്ങിച്ച് അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ വീട്ടിലെത്തി അമ്മക്ക് കാണിച്ചു നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ആകെ 7 മുട്ടായുള്ളൂ. അപ്പോൾ രാമു ഒരു മുട്ടായി പോലും കഴിച്ചിട്ടില്ല. സോ 10 മുട്ടായി വാങ്ങിച്ചിട്ട് 7 മുട്ടായേ ഉള്ളൂ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത്. അപ്പോൾ രാമുവിൻ്റെ കയ്യിൽ നിന്ന് എത്ര മുട്ടായി നഷ്ടപ്പെട്ടു? സോ നഷ്ടപ്പെട്ട മുട്ടായിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. രാമുവിൻ്റെ കയ്യിൽ എത്ര മുട്ടായി ഉണ്ടായിരുന്നു? ആദ്യം 10 മുട്ടായി ഉണ്ടായിരുന്നു. 10 മൈനസ് രാമുവിൻ്റെ കയ്യിൽ നിന്ന് എത്രയോ നഷ്ടപ്പെട്ടു, എത്രയാണെന്ന് അറിയില്ല. നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു രാമുവിൻ്റെ കയ്യിൽ ഇപ്പം എത്രയാണുള്ളത്? 7. സോ 10 - x ഈസ് ഈക്വൽ ടു 7. +7 ആണ്, പോസിറ്റീവ് 7. സോ 10 - x അല്ലേ, -xനെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ഇടുമ്പോൾ എന്താവും? -x അപ്പുറത്ത് പോകുമ്പോൾ +x ആവും. അപ്പം +7 അപ്പുറത്തുള്ളതിനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇടും, ഇങ്ങോട്ട് ഇടുക. 10 -xലെ -xനെ അപ്പുറത്ത് ഇടുമ്പോൾ +x ആകും. +7നെ നമ്മൾ 10ന്റെ അടുത്തേക്ക് വരുമ്പോൾ -7. അപ്പം x ഈസ് ഈക്വൽ ടു 10 - 7 എന്ന് കിട്ടും. സോ x ഈസ് ഈക്വൽ ടു 3. സോ രാമുവിന്റെ കയ്യിൽ നിന്ന് 3 മുട്ടായി എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റാണിയും മനുവും എന്ന് പറഞ്ഞ 2 കുട്ടികളുണ്ടായിരുന്നു. മനു പറയുകയാണ്, നിന്നേക്കാൾ 2 ഇരട്ടി വയസ്സ് എനിക്കുണ്ട്, പിന്നെ 5 വയസ്സ് കൂടുതലുമാണ് ഞാൻ. 2 ഇരട്ടി വയസ്സും ഉണ്ട്, പ്ലസ് 5 വയസ്സും കൂടെ കൂടുതലാണ് എനിക്ക്. അപ്പോൾ റാണിക്ക് ഇപ്പോൾ 10 വയസ്സാണെങ്കിൽ നമുക്ക് മനുയുടെ വയസ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ റാണിയുടെ വയസ്സ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ റാണിയുടെ വയസ്സ് എക്സ് ആണ്. റാണിക്ക് ഇപ്പോൾ 10 വയസ്സുണ്ട്, എക്സ് ഈസ് ഈക്വൽ ടു 10 ആണ്. റാണിയെ കമ്പയർ ചെയ്യുമ്പോൾ മനു 2 ഇരട്ടിയാണ്, +5 ആണ്. അപ്പം 2 × x നമുക്ക് 2x ആക്കിയിട്ട് എഴുതാം. 2 × x 2 ഇരട്ടി എന്ന് പറയുന്നത് 2 × x ആണ്. 2 × x + 5 അതാണ് മനുയുടെ വയസ്സ്. അപ്പോൾ റാണിക്ക് എത്ര വയസ്സുണ്ട്? 10 വയസ്സുണ്ട്. മനുയുടെ വയസ്സ് എങ്ങനെയാണ് എടുക്കുന്നത്? 2x + 5. സോ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 10 ഇട്ട് കൊടുക്കാം. 2 × x സ്ഥാനത്ത് 10 ഇടുമ്പോൾ 10 + 5. സോ 2 × 10 എത്രയാണ്? 20 ആണ്. 20 + 5 വുഡ് ബി 25. അപ്പോൾ റാണിക്ക് 10 വയസ്സും മനുവിന് 25 വയസ്സും ആകും. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. രാഹുലിന് ഒരു സൈക്കിൾ വാങ്ങണം.
അവൻ സൈക്കിൾ ഷോപ്പിലെത്തി മുതലാളിയോട് സൈക്കിളിന്റെ വില ചോദിച്ചപ്പോൾ രാഹുലിന്റെ കയ്യിലുള്ള പൈസയേക്കാൾ 3 ഇരട്ടി കൂടുതലാണ്. അതുമല്ല 500 രൂപ 3 ഇരട്ടി കൂടുതലാണ്. അതിന് പുറമെ 500 രൂപ കൂടെ എക്സ്ട്രാ കൊടുത്താൽ മാത്രമേ ആ സൈക്കിൾ അവന് ലഭിക്കുകയുള്ളൂ. ആ സൈക്കിളുടെ പൈസ 6500 രൂപയാണ്. അപ്പോൾ നമ്മുടെ രാഹുലിന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ രാഹുലിന്റെ കയ്യിലുള്ള പൈസയെ നമുക്ക് എക്സൈറ്റ് എടുക്കാം. എക്സൈറ്റ് എടുക്കുമ്പോൾ രാഹുലിന്റെ സൈക്കിളുടെ പൈസ 3 ഇരട്ടിയാണ്. 3 ഇരട്ടി നമ്മൾ എങ്ങനെ എഴുതുന്നത്? 3 × x. അതാണ് 3x. 3 × x. അതുമല്ല പ്ലസ് 500 ആണ്. 500 രൂപ കൂടുതലുമാണ്. സോ 3 × x പ്ലസ് 500 ആണ് രാമുവിന് വേണ്ട പൈസ. സോ 3x പ്ലസ് 500ന്റെ പൈസയാണ് ഈസ് ഈക്വൽ ടു 6500. അപ്പൊ നമുക്ക് അതെങ്ങനെ സോൾവ് ചെയ്യാം? 3x ഈസ് ഈക്വൽ ടു 6000 അതേപോലെ എഴുതുക. പ്ലസ് 500 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? 6500 ആണ്. പ്ലസ് 500 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 500 ആവും. സോ 3x is equal to 6500 minus 500 ആവും. സോ 3x is equal to 6000 എന്നാവും. സോ x is equal to 6000. 3 into x ആണ് 6000. സോ ഇൻറ്റു എന്ന് പറഞ്ഞ സൈൻ അപ്പുറത്ത് പോകുമ്പോൾ നമ്മൾ പഠിച്ചാണ് എന്താവും? ഡിവൈഡ് ആവും. സോ x is equal to 6000 divided by 3 which would be 2000. സോ രാഹുലിന്റെ കയ്യിൽ ഇപ്പോൾ 2000 രൂപ മാത്രമേ ഉള്ളൂ. അവൻ എത്ര രൂപ വേണം? 3 ഇരട്ടി വെച്ചാൽ 2000-ന്റെ 3 ഇരട്ടി 6000 രൂപ പ്ലസ് 500 രൂപ എക്സ്ട്രീം കൂടെ വേണം. 6500 രൂപയാണ് സൈക്കിളിന്റെ വില. പക്ഷെ അവന്റെ കയ്യിലാകെ 2000 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 3x plus 100 is equal to 2x plus 500. ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ തന്നിട്ട് സോൾവ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദ്യങ്ങൾ വയ്ക്കും. 3x plus 100 is equal to 2x plus 500. സോ 3x നമുക്ക് എക്സിന് വാല്യൂ ഉണ്ട്. 3x plus 2x അപ്പുറത്തെ സൈഡ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് 2x ആവും. സോ 3x minus 2x is equal to 500 അതേപോലെ എടുത്ത് താഴെ 500 പ്ലസ് 100 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് 100 ആയി മാറും. സോ 3x minus 2x is equal to 500 minus 100. സോ 3 minus 2 എന്തായിരിക്കും? 3 2 കുറച്ച് എത്രയായിരിക്കും? 1 ആയിരിക്കും. സോ 1x എന്ന് പറയുന്നതും x എന്ന് പറയുന്നതും സെയിം ആണ്. x is equal to 500 minus 100 would be 400. നമുക്ക് ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യനിൽ കൂടെ പോകാം. 3x plus 20 is equal to 4x minus 30. സോ 3x അതേപോലെ എടുത്ത് എഴുതുക. അപ്പുറത്തുനിന്ന് മൈനസ് 4x പ്ലസ് 4x ഇപ്പോഴത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് 4x ആകും. 3x minus 4x is equal to ഇവിടെ മൈനസ് 30 ആണല്ലോ. മൈനസ് 30 അതേപോലെ താഴെ എടുത്ത് എഴുതുക. സോ ഇവിടുന്ന് പ്ലസ് 20 അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് മൈനസ് 20 ആകും. സോ 3x minus 4x എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 minus 4 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എങ്ങനെ ചെയ്യണം. നെഗറ്റീവ് നമ്പേഴ്സ് നമ്മൾ പഠിച്ചാണ്. 4 3 മൈനസ് ചെയ്യുക 1 കിട്ടും. പിന്നെ ഏറ്റവും വലിയ നമ്പറിന് ചിഹ്നം ഇട്ട് കൊടുക്കും. വലിയ നമ്പർ 4 ആണ്. 4ന്റെ അടുത്തുള്ള ചിഹ്നം മൈനസ് ആണ്. സോ മൈനസ് x is equal to മൈനസ് 30 മൈനസ് 20. 2 മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രണ്ടെണ്ണത്തിനും പ്ലസ് ചെയ്യണം. സോ 30 plus 20 will be 50. എന്നിട്ട് മൈനസിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. മൈനസ് 50. സോ മൈനസ് x is equal to മൈനസ് 50 എന്ന് പറഞ്ഞിട്ടു. സോ രണ്ട് ഭാഗത്തും മൈനസ് ഉണ്ട്. നമുക്ക് ആ മൈനസിനാണ് ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ x is equal to 50 എന്ന് നമുക്ക് ആൻസർ കിട്ടും. പിന്നെ ഇതിന്റെ അടുത്ത പാർട്ടിൽ നമ്മൾ എങ്ങനെയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ലീനിയർ ഇക്വേഷനിൽ ചെയ്യുക എന്നും ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമുക്ക് നോക്കിയാൽ അറിയാം. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓവർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് എഡിഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. അതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യേണ്ടതെന്നും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഉപയോഗിച്ച് എങ്ങനെയാണ് വേരിയബിൾസിനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. സോ I hope you enjoyed this video and thank you.